But government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding the this how many of them? So so the government. So because why did the here? Why only the poor? Why only the poor? Why only the poor? So do you have courage, the Siddaramaiah, to go bulldozer Raj? നമ്മളുടെ ബഹുമാനപ്പെട്ട MP A. റഹീം സാർ, അദ്ദേഹത്തെ ട്രോളുന്ന കുറച്ച് പേരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് അയാളെ പറയാൻ? നിങ്ങളൊന്ന് ഗൂഗിളിൽ അയാളെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരിക്കലും ഞാൻ നുണ പറയുന്ന കാര്യമല്ല. എന്നിട്ട് നിങ്ങൾ അയാളെ ഒന്ന് ട്രോളും. A. റഹീം, CPIM മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് എൻ MA ഇസ്ലാമിക് ഹിസ്റ്ററി ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, Bachelor of Law LLB from the Kerala Law Academy Law College, and Journalism Diploma from the Bharatiya Vidya Bhavan, also holding experience as a journalist and research in Islamic history. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ച നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും ഈ ഒരു രീതിയിൽ ട്രോളാൻ വേണ്ടി പാടത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം പഠിച്ചിറങ്ങിയത് MA ലോ ഡിപ്ലോമ. അദ്ദേഹം ഇത്രത്തോളം നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. ഇതുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.